തൃശ്ശൂർ ടൗണിലെ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് CMS സ്കൂള്. 2 വർഷത്തിലൊരിക്കലാണ് ഞങ്ങൾ ഇതിന്റെ വിദ്യാർത്ഥി സംഗമം നടത്തുന്നതിന് പ്രയാഗ്രാജ് ഒരു പേര് നൽകിയിരിക്കുകയാണ്. അത് ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് പുതിയ നമ്മുടെ നിയുക്ത MLA ശ്രീ രാജൻ ജയപാലൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ കോർപ്പറേഷന്റെ പുതിയ മേയർ ഡോക്ടർ ജി ജസ്റ്റിൻ സന്നിഹിതയാകും. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന CMS സ്കൂൾസിന്റെ ലോക്കൽ മാനേജർ ഡോക്ടർ ഫാദർ ജോൺസൺ. അതുപോലെ തന്നെ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന തേക്കിൻകാട് വാർഡിന്റെ കൗൺസിലർ പൂർണിമ രമേശ്, അതുപോലെ തന്നെ സ്കൂളിലത്തെ മാസ്റ്റർമാര് ഇതൊക്കെയാണ്. ഈ ചടങ്ങിൽ ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും പ്രഗത്ഭരായിട്ടുള്ള CMSലത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കാറുണ്ട്. ശ്രീ അച്യുതമേനോൻ CMS സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അങ്ങനെ പലരുണ്ട്. IM വിജയൻ. ഇപ്രാവശ്യം ഞങ്ങള് ഓണർ ചെയ്യുന്ന ആളുകളൊന്ന് CS സലീം, തൃശ്ശൂർ സിറ്റി സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പിന്നെ ശ്രീ ഷോമി ഫ്രാൻസിസ് കുരിയച്ചറയിലെ കോർപ്പറേഷൻ കൗൺസിലറാണ്. ജീസ് ജോൺ പറവട്ടാനിയിലെ വാർഡ് കൗൺസിലറാണ് കോർപ്പറേഷൻ. അതുപോലെ തന്നെ 3-ാമത്തെ ആള് K സുമേഷ്, കാര്യാട്ടുകരയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ വാർഡ് കൗൺസിലറാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ടോമി ഇമ്മട്ടി, അദ്ദേഹം ദേശീയ ക്രിക്കറ്റ് അമ്പയറാണ്. പിന്നെ ശ്രീ അനിൽകുമാർ, അദ്ദേഹം അന്തർദേശീയ ചെസ് പ്ലെയറാണ്. ഇവരെ നമ്മൾ അന്ന് ആദരിക്കും. അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേള, മാജിക് തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിനുണ്ട്. അവരെ അറിയിക്കുക എന്നുള്ളത് വലിയൊരു ദുഷ്കരമായ കാര്യമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ തന്നെ, പക്ഷേ പത്രം അല്ലെങ്കിൽ പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയ നിങ്ങൾ സഹായിക്കുമ്പോൾ കുറെ അധികം ആളുകളെ ഇത് അറിയിക്കാൻ, അവർക്ക് ഇതിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രൊഫസർ ഡോക്ടർ EU രാജൻ, അദ്ദേഹം ഈ OSCയുടെ സെക്രട്ടറിയാണ്. എന്റെ വലതുവശത്തിരിക്കുന്നത് ശ്രീ OD സുധീർ, ട്രഷററാണ്. വലത്തെ അറ്റത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീ രമേഷ് കുറുപ്പത്ത്, ഫാദർ പോൾ. ഫാദർ പറഞ്ഞതുപോലെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും TV മാധ്യമങ്ങളും ആയിരിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ കേരളത്തിലുള്ള ഒരു പങ്കെടുക്കാൻ പറ്റും. പുറത്തുനിന്നുള്ള ആൾക്കാർ അധികം പ്രതീക്ഷിക്കുന്നില്ല. ഇവരുള്ളവർ വരും. അപ്പൊ അത് പത്രങ്ങളിൽ കൂടെയും TV കൂടെയാണ് വരുന്നുണ്ടാവുക. അതിനെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് പരമാവധി കവറേജ് കൊടുക്കാൻ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു തൃശ്ശൂരിലത്തെ നമ്പർ 1 സ്കൂളുകളിൽ, ടോപ്പ് സ്കൂളുകളിൽ ഒന്നാണ്. അതിപ്പോ കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ വീണ്ടും ഇതൊരു പൊതുവിദ്യാലയം എന്ന നിലയിൽ മുന്നിലോട്ട് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ പോലെ തന്നെ നിങ്ങളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ